നമസ്കാരം. നമ്മൾ ബേസിക് സയൻസ് 5th സ്റ്റാൻഡേർഡിലെ വ്യാധികൾ പടരാതിരിക്കാൻ എന്ന ഭാഗത്തിൻ്റെ ലാസ്റ്റ് പോർഷനാണ്. അതായത് രോഗപ്രതിരോധ ശേഷി. ഇതിൽ എന്താണ് സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി എന്നും എന്താണ് ആർജിത രോഗപ്രതിരോധ ശേഷി എന്നും പറയുന്നുണ്ട്. സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി എന്ന് പറയുമ്പോൾ നാച്ചുറൽ ഇമ്മ്യൂണിറ്റിയാണ്. അതായത് നമ്മുടെ രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ച അവയെ നിയന്ത്രിക്കാനും ചെറുത്തു നിൽക്കാനുമുള്ള സ്വാഭാവികമായ നമ്മുടെ ശരീരത്തിൻ്റെ കഴിവ്. എന്നാൽ പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ ചില പകർച്ചവ്യാധികൾക്കെതിരെ സ്വാഭാവികമായ പ്രതിരോധശേഷി ഉണ്ടാക്കാൻ ശരീരത്തിന് സാധിക്കില്ല. ഇത്തരം രോഗങ്ങൾ വരാതിരിക്കാൻ നാം പ്രതിരോധ കുത്തിവയ്പ്പുകൾ, വാക്സിനേഷൻ എന്ന് പറയുന്ന എടുക്കാറുണ്ട്. ഇതാണ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആർജിത രോഗപ്രതിരോധ ശേഷി. ഇനി ഒരു വാക്സിനേഷൻ കൗണ്ടറിൻ്റെതാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് 16 വയസ്സിനുള്ളിൽ നിർബന്ധമായും എടുക്കേണ്ട വാക്സിനുകളെ കുറിച്ചാണ് പറയുന്നത്. ഇവിടുന്ന് അങ്ങോട്ടാണ് ഇമ്പോർട്ടൻറ്റ്. അതായത് ഈ വാക്സിൻ്റെയൊക്കെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്. BCG എന്താണ്? ബാസിലസ് കാൽമെറ്റ് ഗുറിൻ. OPV എന്താണ്? ഓറൽ പോളിയോ വാക്സിൻ. ഹെപ്പ് ബി ഹെപ്പറ്റൈറ്റിസ് ബി. FIPV പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസ്. RVV റോട്ടോ വൈറസ് വാക്സിൻ. റിപ്പീറ്റ് നോക്കാം. BCG ബാസിലസ് കാൽമെറ്റ് ഗുറിൻ, OPV ഓറൽ പോളിയോ വാക്സിൻ, ഹെപ്പ് ബി ഹെപ്പറ്റൈറ്റിസ് ബി, FIPV പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസ്, RVV റോട്ടോ വൈറസ് വാക്സിൻ. ഇനി 4 കുട്ടികളുടെ ചിത്രം കൊടുത്തിട്ടുണ്ടല്ലേ. ജനന സമയത്ത് 6 ആഴ്ച, 10 ആഴ്ച, 14 ആഴ്ച. ഇമ്പോർട്ടൻ്റ് ആണ്, ഇനിയുള്ള എക്സാമിന് ചോദിക്കാം. ജനന സമയത്താണ് OPVയും BCGയും ഹെപ്പറ്റൈറ്റിസ് ബിയും കൊടുക്കുന്നത്. 6 ആഴ്ചയാവുമ്പോൾ OPV1, RVV1, പെൻറ്റാവാലന്റ് 1, FIPV1, PCV1. 10 ആഴ്ചയാവുമ്പോൾ OPV2, RVV2, പെൻറ്റാവാലന്റ് 2. 14 ആഴ്ചയാകുമ്പോൾ OPV3, RVV3, പെൻറ്റാവാലന്റ് 3, FIPV2, PCV2. അതായത് 6 ആഴ്ചയിൽ കൊടുത്ത അതേ വാക്സിൻ തന്നെയാണ് 14 ആഴ്ചയിലും കൊടുക്കുന്നത്. അത് അന്ന് 1 കൊടുത്തത് ഇവിടെ 3 ആയിട്ട് മാറുന്നു. ഇനി അതിനുശേഷം ഇനിയും കുറച്ചും കൂടെ വാക്സിൻ്റെ ഫുൾ ഫോം നോക്കാനുണ്ട്. ഒന്ന് PCV ന്യൂമോ കോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ. MR മീസിൽസ് റുബെല്ല വാക്സിൻ. DPT ഡിഫ്തീരിയ പെർട്ടൂസിസ് ടെറ്റനസ് വാക്സിൻ. DPTയുടെ ഫുൾ ഫോം ഒരുപാട് തവണ ചോദിച്ചതാണ്. TD ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ. ഇതും അതുപോലെ തന്നെ 9 മാസമാകുമ്പോൾ MR1, PCV ബൂസ്റ്റർ, വിറ്റാമിൻ A, FIPV3. ശ്രദ്ധിക്കുക, വിറ്റാമിൻ്റെ വാക്സിൻ കൊടുക്കുന്നത് 9 മാസത്തിലാണ്. അടുത്തത് 16 തൊട്ട് 24 മാസമാകുമ്പോൾ MR2, OPV ബൂസ്റ്റർ, DPT ബൂസ്റ്റർ, വിറ്റാമിൻ A2. അതുപോലെ 5 to 6 വയസ്സിൽ DPT ബൂസ്റ്ററും 16 വയസ്സിൽ TD1ഉം 16 വയസ്സിൽ TD2ഉം 10 വയസ്സിൽ TD1ഉം ആണ് കൊടുക്കുന്നത്. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്സിനേഷൻസ്. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയില്ല. ഇതോടുകൂടെ നമ്മുടെ ഈ 2nd ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക, റിപ്പീറ്റായി കേട്ട് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് ലേണിംഗ്.